കർത്താവിന്റെ വലിയൊരു നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും എൻ്റെ മാതൃസഭയിൽ കടന്നു വന്ന് ഇവിടെ സാക്ഷ്യം വഹിപ്പാൻ തക്കം കർത്താവിന്റെ അവസരത്തിനായി സ്തോത്രം. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഇതുവരെയുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് പങ്കുവയ്പ്പാൻ ഇപ്പോൾ ഞാൻ സമയമെടുക്കുന്നില്ല. സമയം വളരെ പരിമിതമാണ് നമുക്ക് മുമ്പിൽ. ഈ വർഷം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ നൽകി തന്നു. പ്രാരംഭ മാസത്തിൽ എൻ്റെ മകന് വിവാഹം വളരെ മംഗളമായി തീർന്നു. അവരുടെ ജീവിതത്തിലും കർത്താവ് സഹായിച്ചു. അല്പം നിമിഷം മുമ്പ് ആശിഷിന്റെ സാക്ഷ്യത്തിലൂടെ നിങ്ങൾ കേട്ടതുപോലെ ദൈവം അനുവദിച്ചാൽ ജനുവരി മാസത്തിൽ അവർ ഇരുവരും അമേരിക്കയിൽ ജോലി സംബന്ധമായി കടന്നുപോകാൻ ദൈവം അവർക്ക് വഴികൾ ഒരുക്കി. അതിനുവേണ്ടി ദൈവം തുറന്ന വഴികളിൽ അവർ നന്ദി കരേറ്റുന്നു. ഇതിനൊന്നും യാതൊരു യോഗ്യതയുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും ദൈവം അവരുടെ കരുണ കാണിച്ചു. ചെയ്തുന്ന എല്ലാ നന്മകൾക്കുമായിട്ടും കർത്താൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് പാസ്റ്റർ ജേക്കബ് ജോൺ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ IPC പ്രസിഡന്റ്. അദ്ദേഹം കൂടെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്: നമ്മൾ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കും. അത് തീർച്ചയാണ് ദൈവമക്കളെ. നമ്മൾ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ ദൈവം നമ്മുടെ കാര്യങ്ങളെ ഭംഗിയായിട്ട് നോക്കും. നമ്മൾ നോക്കുന്നതിൽ ഏറ്റവും 100 മടങ്ങ് ബെറ്റർ ആയിട്ട് കർത്താവ് നോക്കും. ഒരു ചെറിയ സന്ദേശം ദൈവം എനിക്ക് തന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന. അതിനുവേണ്ടി സങ്കീർത്തനങ്ങൾ 37 4, 5, 6 വാക്യങ്ങൾ ഒന്ന് വായിച്ചാവല്ലോ. യെസ്, യെസ്. അടുത്തതുകൂടെ. മതി. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. എപ്പോഴാണ് ഈ പ്രഭാതം വരുന്നത്? ഒരു അന്ധകാരത്തിന് ഒരു രാത്രിക്ക് ശേഷമായിട്ടാണ് ഒരു പ്രഭാതം വരുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്റെ നീതി അന്ധകാരത്തിലായിരുന്നു, എനിക്ക് നീതി ലഭിച്ചില്ല, ദൈവമേ എന്തുകൊണ്ട് എന്ന് ചോദിച്ച ഒത്തിരി ചോദ്യങ്ങൾ കാണാം. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട്? ആ അന്ധകാരം മാറി പ്രഭാതം വരുമ്പോൾ ദൈവം ഉറപ്പു പറയുന്നു, നിന്റെ നീതി എങ്ങനെ വരും? പ്രഭാതം പോലെ. ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പങ്കുവെക്കാനായി എന്നെ പ്രേരിപ്പിച്ച ചിന്ത ഇത് മാത്രമാണ്: ഇതുവരെയും പല വിഷയങ്ങളിൽ നിനക്ക് ലഭിക്കാതിരിക്കുന്ന നന്മകൾ ഈ പുതുവർഷം ദൈവം നൽകി തരുവാൻ തക്കൻ വിശ്വസനാണ്. അത് നീതി ഒരു പ്രഭാതം പോലെ. ഇതുവരെ നീ അന്ധകാരത്തില് ഒരു മറുപടി ഇല്ലാതെ എന്തുകൊണ്ട് എന്ന ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ഒതുക്കി വെച്ചിരുന്ന യാഥാർത്ഥ്യങ്ങളെ ദൈവം നീതിയായിട്ട് ഒരു പ്രഭാത തുല്യമായിട്ട് ദൈവം നമുക്ക് നൽകി തരും. അത് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെങ്ങനെയാണ്? അതിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെ. യെസ്, ദൈവം നിന്നെ മാനിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലാണ് ദൈവം നമ്മളെ മാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രഭാതത്തിന്റെ അവസ്ഥയിൽ ഒതുങ്ങി നിൽപ്പാനല്ല, മറിച്ച് മധ്യാഹ്നം പോലെ ഏറ്റവും പരമകാഷ്ഠയിൽ അത് എത്തിക്കുവാൻ തക്കണം ദൈവത്തിന് സാധിക്കും. പക്ഷെ അതിന് മുമ്പ് 2 കണ്ടീഷൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? 4. യെസ്. ആ സെന്റൻസ് എങ്ങനെ പറയുന്നത്? തന്നേക്കുമെന്നാണോ? നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ തന്നേക്കാം, പെർഹാപ്സ്, മേ ബി. ഈ വാക്കുകളൊന്നുമല്ല. കർത്താവിന്റെ പ്രോമിസസ് എല്ലാം ഡെഫിനിറ്റ് ആണ്. യെസ്, ഇറ്റ് ഈസ് ഫോർ അസ്, നമുക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ദൈവത്തിന്റെ സങ്കീർത്തനത്തിൽ ഓർപ്പിച്ച പോലെ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വസിപ്പാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ, അവനിൽ നമ്മൾ റിജോയ്സ് ചെയ്താൽ, അവനിൽ നമ്മൾ ഡിലൈറ്റ് ചെയ്താൽ, അവനിൽ നമ്മൾ സന്തോഷിച്ചാൽ, അവൻ നിന്റെ ആഗ്രഹങ്ങളെ തരും. യെസ്, നമ്മുടെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, ഈ നാളുകളിലെല്ലാം നീ പ്രാർത്ഥിച്ച വിഷയങ്ങള് വീടിന്റെ പണിയാകാം, മക്കളുടെ ഭാവിയാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയായിരുന്നാലും ദൈവം അത് നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേവർ ചെയ്യേണ്ട കാര്യമില്ല.
ദൈവത്തിന്റെ ഘടികാരത്തിന്റെ വാച്ച് ഒരു നിമിഷം പോലും നമ്മുടെ ഈ ക്ലോക്ക് 5 മിനിറ്റ് ഫാസ്റ്റ് ആണ്. പക്ഷെ ദൈവത്തിന്റെ വാച്ച് ഒരു നിമിഷം പോലും സ്ലോ ആകത്തില്ല, ഫാസ്റ്റ് ആകത്തില്ല. കറക്റ്റ് ടൈമില് ദൈവം നിനക്ക് തരും. യാതൊരു സംശയമില്ലാതെ ദൈവത്തിന്റെ വചനം ഉറപ്പ് പറയുന്നു, അവനത് നിനക്ക് തരും. ദൈവമക്കൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ നമുക്ക് ക്ലെയിം ചെയ്യാം. നമ്മൾ കോടതികൾ വക്കീൽമാർ വാദിക്കുന്ന നിങ്ങൾ കേട്ട് കാണും. അവർ ഇന്ത്യൻ പീനൽ കോഡിന്റെ ക്ലോസ് വെച്ചാണ്, കണ്ടീഷൻ വെച്ചാണ്, ഇന്ന ഭാഗത്ത് ഇന്ന ക്ലോസിൽ അത് പറഞ്ഞിരിക്കുന്നു, അതിന്റെ പ്രകാരം ഇന്ന ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിൽ എന്റെ കക്ഷിക്ക് ഇത് അർഹനാണ് എന്ന് അവർ വാദിക്കാറുണ്ട്. എന്നതുപോലെ ദൈവത്തിന്റെ പ്രോമിസുകളെ ക്ലെയിം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. ദൈവമേ, നിന്റെ വചനത്തിൽ നീ അത് പറഞ്ഞിരിക്കുന്നു, അത് എനിക്കും എന്റെ പൈതങ്ങൾക്കും എന്റെ തലമുറയ്ക്ക് അത് അവകാശപ്പെട്ടതാണ് എന്ന് ദൈവത്തോട് ക്ലെയിം ചെയ്യുവാനൊക്കെ നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദൈവത്തെ ഓർപ്പിക്കുന്നവരെ അടങ്ങിയിരിക്കരുത് എന്ന്. രണ്ടാമത്തെ ഭാഗത്തിൽ വീണ്ടും പറയുന്നത് അവനത് നിർവഹിച്ചേക്കാമെന്നാണോ? നിർവഹിക്കും. ഡെഫിനറ്റ് സെന്റൻസ് അഗെയിൻ. നീയും മറ്റൊരാളും കൂടെ പങ്കുവെക്കേണ്ട കാര്യമില്ല, അവനിൽ തന്നെ ഏൽപ്പിക്കുക. ചെറുതോ വലുതോ എന്തുമാകട്ടെ, അസാധ്യമെന്ന് മനുഷ്യർ വിധി എഴുതിയ വിഷയങ്ങളായിരിക്കാം. പക്ഷെങ്കിൽ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് മണ്ടക്കിടാനാ പറഞ്ഞിരിക്കുന്നത്. കാസ്റ്റ് അപ്പോൺ ലോർഡ്. നിന്റെ ഭാരം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ വഴി എന്തുമായിക്കൊള്ളട്ടെ, എന്തിനു വേണ്ടിയുള്ള വിഷയമായിക്കൊള്ളട്ടെ, ദൈവം അത് ചോദിക്കുന്നില്ല. ഇത്ര ലക്ഷം രൂപ വരെയുള്ള എന്റെ വിഷയം ഞാൻ പരിഹരിച്ചു തരാം നല്ല കർത്താവ് പറഞ്ഞത്. സൈസ് എന്തുമായിക്കൊള്ളട്ടെ ദൈവമക്കളെ, നിന്റെ ശരീരത്തെ നിർമ്മിച്ച ദൈവത്തിന് അറിയാൻ നിന്റെ ശരീരത്തിലെ അണുക്കളുടെ ആറ്റംസിന്റെ ഘടന വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് അറിയാം. ഈ ഡോക്ടർമാർ ഇമ്പോസിബിൾ പറഞ്ഞ വിഷയങ്ങൾ കാണും, എന്നാൽ എന്റെ ദൈവം വിശ്വസനാണ്. ഒരു സന്തോഷ വാർത്ത പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു, എന്റെ വൈഫിന്റെ ജ്യേഷ്ഠന്റെ സണ്ണിൽ മരുമകൻ ബ്രെയിൽ ട്യൂമറായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ഹോസ്പിറ്റലായ ഹൂസ്റ്റണിലെ ആ ഹോസ്പിറ്റൽ കൈയൊഴിഞ്ഞ പിന്നെ ലോകത്തിൽ ഒരിടത്തും ട്രീറ്റ്മെന്റില്ല. ആ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടേഴ്സ് പറഞ്ഞു, മാക്സിമം 2 months, 2 മാസത്തിനകം ഈ വ്യക്തി തീരും. അതിനുശേഷം ഒരു ട്രയലിന് വേണ്ടി അവർ 3 മാസത്തെ കീമോ ചെയ്തു. അവസാന റിപ്പോർട്ട് ലഭിച്ചപ്പോൾ ഡോക്ടർമാരെ ഇവാലുവേഷൻ നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ക്യാൻസറിന്റെ 1% പോലും ആ ശരീരത്തിൽ ഇല്ലെന്നാണ്. ഇത് ചരിത്രമല്ല, ഞങ്ങളുടെ അനുഭവത്തിൽ സംഭവിച്ച വിഷയമാണ്. ഡോക്ടർ അവനോട് തന്നെ പറഞ്ഞു, മാക്സിമം നിനക്ക് 2 മാസം ലോകത്തിൽ ശേഷിക്കും. അവസാനത്തെ കാര്യങ്ങൾക്കെല്ലാം അവർ ക്രമീകരണം ചെയ്തതാണ്. എന്നാൽ ഈ 3 മാസ കീമോയുടെ ശേഷമായിട്ട് ഡോക്ടർ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെ സംഭവിച്ചു എന്ന്. അവന്റെ ശരീരത്ത് 1% പോലും ക്യാൻസർ സെല്ലില്ല. യെസ് ലോർഡ്. ദൈവമക്കളെ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നിന്റെ ഭാര യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ അത് നിർവഹിക്കും. അത് തീർച്ചയുള്ള കാര്യമാണ്. എന്റെ ദൈവത്തിന് ആരുടെയും പെർമിഷൻ വേണ്ട നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളെ സഹായിക്കാൻ വേണ്ടി ആരുടെയും കടം വാങ്ങിക്കേണ്ട കാര്യം എന്റെ ദൈവത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. അവനത് നിർവഹിക്കും. വിശ്വസിക്കും. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ എന്തുമായിക്കൊള്ളട്ടെ, നിന്നോട് തന്നെ പറയാ, കർത്താവ് നിർവഹിച്ചു തരും. ഈ 2017 കർത്താവ് എനിക്ക് നിർവഹിച്ചു തരും. എന്റെ ഭാവിയുടെ തടസ്സങ്ങളെ ദൈവം മാറ്റി തരും. എന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള തടസ്സങ്ങളെ യഹോവയായ ദൈവം മാറ്റി തരും. അത് ഡെഫിനറ്റ് ആണ്, തീർച്ചയുള്ള കാര്യമാണ്. ദൈവം ഒരിക്കലും ഒരു ഉപേക്ഷയായിട്ടോ പകുതി മനസ്സോടെ പറയത്തില്ല. അതിന് വചനം തികവുള്ളതാണ്. യെസ്. ബോവസ് രൂത്തിനോട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, മകളെ, പെറുക്കുവാൻ നീ ഇനി ഒരു വയലിലും പോകണ്ട. ഈ വയലിൽ നിനക്ക് ആവശ്യമായ എല്ലാം ഉണ്ട്. നീ ഈ വയൽ വിട്ട് എങ്ങും പോകണ്ട. ദൈവമക്കളെ, ദൈവത്തെ സേവിച്ച നിമിത്തമായിട്ടുള്ള നന്മകളെ പ്രാപിച്ച പ്രിയപ്പെട്ടവരെ,
ഇനിയും ശേഷിക്കുന്ന മലകളെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളുടെ മേലും ദൈവത്തിന് മറുപടിയുണ്ട്, ദൈവത്തിന് പരിഹാരമുണ്ട്, ദൈവത്തിന് വഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ കർത്താവ് വരാൻ വളരെ സമയമായിരിക്കുന്നു. ആയാൽ വാട്ടെവർ ദ സിറ്റുവേഷൻ, നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. ദൈവമേ, ഞാൻ എന്റെ കാര്യം ഇത്രത്തോളം എന്റെ തോളിൽ വെച്ചുകൊണ്ടിരുന്നു, ഇനി എന്നെ കൊണ്ട് ചുമക്കാൻ സാധ്യമല്ല, ഞാൻ അത് നിന്റെ മണ്ടയ്ക്കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അവൻ അത് നിർവഹിക്കും. യെസ്, ഈ വിശ്വാസത്തോടെ നമുക്ക് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, അവനത് നിർവഹിച്ചു തരും. എന്റെ പാതകളെ അവൻ നിരപ്പാക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ ഭാവിക്ക് വേണ്ടി, എന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി, എന്റെ സഭയുടെ ഭാവിക്ക് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി അവനത് നിർവഹിച്ചു തരും. വിശ്വസിക്കുക. ദൈവം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ആമേൻ.